നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ കുടുംബം ചിന്ന ഭിന്നമാക്കി ഇവിടെ ഉള്ളവരെ തമ്മി തല്ലിച്ച് തകർത്തെറിയാൻ വേണ്ടിയല്ലേ നീ കല്യാണം കഴിച്ചത്? എടി, നീ ഈ കണ്ണീരൊന്നും ഒഴുക്കി നിന്നാ ഞാൻ അങ്ങ് വിശ്വസിക്കില്ല. ആരെങ്കിലും അങ്ങ് നോക്കിയാ മതി, അപ്പോഴേക്കൊങ്ങ് കണ്ണീരൊഴുക്കും. ഓ, അത് തന്നെ ഒരു ഭൂലോക പ്രൗഢികളെ ലക്ഷണമാടി. എത്ര സന്തോഷമായിട്ടായി എന്റെ രണ്ടു മക്കള് കൂടി ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. നല്ല ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു. അവരെ ഇപ്പൊ ശത്രുക്കളാക്കി. എന്നിട്ട് മാഷിനെ അവനെ ശത്രുക്കളാക്കി. ഇനി മതിയായില്ലേടി നിനക്ക്? അടുത്ത പ്ലാനിങ് മനസ്സിൽ ഉരുട്ടി വെച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതോ എന്റെ മോനെ ജയിലിൽ കിടത്തി നരകിപ്പിക്കാനാണോ നിന്റെ തീരുമാനം? അതോ ഇനി അവനെ കൊല്ലാൻ വേണ്ടി വല്ല തീരുമാനം എടുത്തിട്ടുണ്ടോ നീ? അമ്മായി, ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചതല്ല. എന്റെ മോനെ സ്റ്റേഷനിൽ കിടത്തിട്ട് നീ ഈ വീട്ടിൽ ജീവിക്കാൻ പാടില്ല. നിന്നെ ഈ വീട്ടിൽ ജീവിക്കാൻ സമ്മതിക്കില്ല. ഇറങ്ങി പോടി. എന്താ അമ്മയെ കാണിക്കുന്നത്? ചാരുവിന്റെ ഭാര്യ. കൈന്ന് വിടടാ. എടാ, കൈന്ന് വിടാൻ. ഈ ഐശ്വര്യം കിട്ടവയ്ക്ക് വേണ്ടിട്ട് അമ്മയുടെ കൈ പിടിക്കാറായില്ലേ നീ? എന്തു പറഞ്ഞാടാ നിന്നെ ഇവിടെ മയക്കി വെച്ചിരിക്കുന്നേ? ഇന്ന് നീ എന്റെ കൈ തടഞ്ഞു, നാളെ നീ എന്നെ തല്ലുവല്ലോ. അടിയടാ. എടാ, എന്നെ അടിക്കാൻ. അടിക്കടാ, എന്നെ അടിച്ച് കൊല്ലടാ നീ. എന്താ അമ്മേ പ്രശ്നം? അമ്മയ്ക്ക് എപ്പോ നോക്കിയാലും വഴക്കിടാനേ നേരമുള്ളോ? ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം എനിക്ക്. ഈ വീട്ടിൽ ഇവള് വേണോ ഞാൻ വേണോന്ന്? ആ തീരുമാനമൊക്കെ ഞാൻ എടുത്തോളാം, ആര് വേണമെന്നൊക്കെ. നീ ചാരുമോളെ കയ്യിൽ നിന്ന് വിട്. വിടടേ. നിങ്ങളിവിടെ രക്ഷകനാണല്ലോ. ഈ ഐശ്വര്യം കിട്ടവളുടെ കൂടെ ചേർന്ന് നിങ്ങൾ എന്റെ മോനെ ലോക്കപ്പിലാക്കി. നിന്നെ മോൻ ചെയ്ത തോന്നിയാസങ്ങൾക്ക് പോലീസിൽ ഏൽപ്പിക്കാതെ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വാഴിക്കണോ? തലതിരിഞ്ഞ ആ റാസ്കലിനെ വളർത്തി വഷളാക്കിട്ട് ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? തല്ലുണ്ടാക്കരുത്. നിന്റെ വക്കാലത്തൊന്നും എനിക്ക് വേണ്ട. മാഷ് എന്നെ തല്ലുന്നെങ്കിൽ തല്ലിക്കോട്ടെ, എന്നെ നോക്കാൻ എനിക്കറിയാം. ചാരുമോളെ, നീ ഒന്നും പറയണ്ട. ഇവിടെ അമ്മ ഇങ്ങോട്ട് വന്നേ. വാ, മാറി നിൽക്കടി അങ്ങോട്ട്. അപ്പച്ചി, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പിന്നീട് സംസാരിച്ച പ്രശ്നം. പിന്നീട് സംസാരിക്കാനോ? എടാ, എന്റെ മോൻ ലോക്കപ്പിൽ കിടക്കുന്ന കണ്ടിട്ട് ചങ്കു പൊട്ടി നിൽക്കാൻ ഞാൻ. അവനെ പുറത്തിറക്കാതെ ഇവിടെ ഒറ്റൊരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. അവനെ പുറത്തിറക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അങ്ങ് ചെയ്യ്. പെങ്ങടെ മോക്ക് വേണ്ടി എന്റെ രണ്ടു മക്കളുടെ ജീവിതം നിങ്ങൾ ഹോമിച്ചു. ഇപ്പോ ഇവക്ക് വേണ്ടിട്ട് എന്റെ മോൻ ജയിലിൽ കിടന്ന് നരകിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളൊരു അച്ഛനാണോ? അതേടി, ഞാനൊരു അച്ഛനാ. മക്കള് നേരും നെറിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ. എടി, ഈ ആകാശം നിന്റെ മോനല്ലേ? ഇവനെ നീ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അരവിന്ദനെയും ആകാശിനെയും വേറെ തിരിച്ചല്ലേ ഇതുവരെ നീ സ്നേഹിച്ചിട്ടുള്ളൂ. ഇവൻ സ്റ്റേഷനിൽ കിടന്നപ്പോ തിരിഞ്ഞു നോക്കിയോ നീ? പോട്ടെ, ഇവനെ കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ നീ? ഞാൻ ഇതുവരെ വേർതിരിച്ച് കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങളാ മൂത്തവനെ കൊള്ളരുതാത്തവനും കഴിവില്ലാത്തവനും ഒക്കെ ആക്കി മാറ്റിയത്. ഇവളുടെ കഴുത്തിൽ താലി കെട്ടാത്തതാണ് എന്റെ മോൻ ചെയ്ത തെറ്റ്. ആ വൈരാഗ്യം കാരണമല്ലേ അവന്റെ പേരിൽ കേസ് കൊടുത്ത് സ്റ്റേഷനിൽ കൊണ്ടിട്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും അല്ലമ്മേ.
ആകാശിന്റെ ഓഫീസിൽ കുടിച്ചു എന്ന് ഗുണ്ടായുസവും കാണിച്ച് അവിടെയുള്ളതെല്ലാം തല്ലി തകർത്ത് അവിടുത്തെ പ്യൂണിനെയും തല്ലി.